ഒരു ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതിലെന്താ പറയാനുള്ളത്? അല്ല, അദ്ദേഹം ഇപ്പൊ ആദ്യം ഉറച്ചു നിൽക്കേണ്ടത് വനവാസത്തിന് പോകുമെന്നുള്ള കാര്യത്തിലാണ്. അതിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കേണ്ടത്. അതിന് പകരം പുതിയ പുതിയ പ്രസ്താവനകൾ നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ അത് കേൾക്കുന്നില്ലല്ലോ. വലിയ കോൺഫിഡൻസിലാണ്. അല്ല, കഴിഞ്ഞ വർഷം കോൺഫിഡൻസിന് യു ഡി എഫിന് വല്ല കുറവുണ്ടായിരുന്നോ? കോൺഫിഡൻസ് പുറത്ത് പറയുന്നതിൽ എപ്പോഴും യു ഡി എഫ് മുന്നിലാണ്. നല്ല നടന്മാരല്ലേ അവരെല്ലാം, നല്ല നടന്മാരല്ലേ. കഴിഞ്ഞ വർഷത്തേതിന് വല്ല കുറവുണ്ടായിരുന്നോ കോൺഫിഡൻസിന്? റിസൾട്ട് വന്നപ്പോൾ 91 99 കൂടിയില്ലേ ഇത്തവണ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സീറ്റ് വർദ്ധിപ്പിച്ച് എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നത്. ആദ്യം വി.ഡി. സതീശൻ പറവൂരിൽ സ്ഥിതി നോക്കട്ടെ. അതാ മുഖ്യമന്ത്രി ചോദിച്ചത്. അവിടെ ഭദ്രമാണോ എന്ന് ചോദിച്ചില്ലേ? ഈ സംശയം എന്താ കാര്യത്തിൽ? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ തുടരാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? അഴിമതിക്കാരായിട്ടുള്ള ഈ UDFനെ അധികാരം ഏൽപ്പിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും മലയാളികൾ ചിന്തിക്കുമോ? ഞാൻ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഭരണത്തിന് പുറത്തിരുന്നിട്ടാണ് ഈ അഴിമതി. 10 വർഷത്തെ ആക്രാന്തം എല്ലാം കൂടി ഇവർ കാണിക്കില്ലേ? എന്തായിരിക്കും സ്ഥിതി? തൊലക്കില്ലേ കേരളത്തെ? അതിന് മലയാളി വിട്ടുകൊടുക്കില്ല എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്.